രാവിലെ തന്നെ എവിടെ നിറങ്ങാൻ പോയിട്ട് കയറി വരുവാടി നീ? അപ്പച്ചി അത് അമ്മ ഇതാരോടെ ഈ ചോദിക്കുന്നത്? ഇവളല്ലേ ഇപ്പൊ നാട് ഭരിക്കുന്നത്, പിന്നെ തിരക്കുകൾ കാണാതിരിക്കോ? ഇന്ന് ഉത്സവത്തിന് പോകാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് വെക്കണം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതൊന്നും ചെയ്യാതെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? വാ തുറന്ന് പറയടി, ഊമയെ പോലെ നിക്കാതെ. ഡ്രസ്സെല്ലാം തേച്ച് വെച്ചിട്ടാ അപ്പച്ചി ഞാൻ പോയത്. കണ്ടോ അമ്മേ, ജോലി ചെയ്യാത്തതും പോരാഞ്ഞിട്ട് ഇവള് നമ്മളെ കള്ളിയാക്കുന്നത് കണ്ടില്ലേ? നാത്തൂൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ അവളുടെ തോന്നിവാസം? അതോ ഞാനും എന്റെ മോളും പറയുന്നതിൽ ഒരു വിലയും തരേണ്ടതാണോ? എന്താടി നാത്തും പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലേ? ഈ വീട്ടിലെ ജോലിയേക്കാൾ എന്ത് മല മറിക്കുന്ന പണിയാ നിനക്കുള്ളത്? എന്തിനാ എല്ലാവരും കൂടെ ദുർഗേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഇങ്ങനെ എല്ലാവരും കൂടെ ആക്രമിക്കാൻ മാത്രം എന്താ അവിടെ നടന്നത്? അഭി, നീ നിന്റെ കാര്യം നോക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്ന് കരുതി ഈ പാവത്തിന് എല്ലാവരും കൂടെ ഉപദ്രവിക്കുന്നത് കണ്ട് മിണ്ടാ നിൽക്കണോ ഞാൻ? എന്താ ചേച്ചി, എന്താ കാര്യം? എടാ ഞാൻ ആഹാ, അത് കൊള്ളാലോ. നിന്റെ അമ്മയും ഞാനും പറയുന്നതിനേക്കാളും വില നിനക്ക് എവിടെ വാക്കിനുണ്ടോ? ഗിരിജേ, നല്ലൊരു ദിവസമായിട്ട് എന്തൊരു ബഹളാ ഇവിടെ. എല്ലാത്തിനും കാരണം ഇവളാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ മോളെ, നീ കാര്യം പറ. ഇങ്ങോട്ട് മാറടാ. നിർത്തടി. നിന്റെ നുണക്കഥ ഈ വീട്ടിൽ ആരും വിശ്വസിക്കില്ല. വസുമതി, ഇവൾക്ക് പറയാനുള്ളത് ഇവള് പറയട്ടെ. അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കെ. എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടാ അമ്മേ ഞാൻ പോയത്. വസുമതി, വസുമതി, ആരാടി നിന്റെ അമ്മ? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദുർഗ നിന്നെ അമ്മേന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റാണ്. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദ്രോഹം ചെയ്ത ഒരുത്തിയുടെ മകള് എന്നെ അമ്മയെന്ന് വിളിച്ചാ എനിക്കത് സഹിക്കില്ല. നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ വസുമതി. നാത്തൂൻ പറഞ്ഞല്ല എന്താ തെറ്റ്? എന്റെ സിന്ദൂരം മാച്ച് എന്നെ വിധവിയാക്കിയത് ഇവളുടെ അമ്മ ഒറ്റ ഒരുത്തിയാ. എന്റെ കണ്ണീരിന്റെ ഫലം കൊണ്ട് തന്നെയാ അവള് പെട്ടെന്ന് അങ്ങ് പോയത്.